നമസ്കാരം. അർബി ഉറി ദി സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ആദിത്യ ധർ സംവിധാനം ചെയ്ത ദുരന്തർ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. വൈഡായിട്ട് അക്സെപ്റ്റൻസ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ ഒട്ടുക്കും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇതിനോടകം. ചിത്രം ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് പോലെ തന്നെ യഥാർത്ഥ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരം എന്നുള്ളത് ഒന്നാമത്തെ ഘടകമാണ്. പിന്നെ സിനിമയുടെ ദൈർഘ്യം, അത് ഒരു വലിയ ഘടകമാണ്. പിന്നെ ഈ സിനിമയിലെ ലൊക്കേഷൻസ്, അങ്ങനെ ഈ സിനിമയിലെ ഒരു സിനിമ എന്നതിനപ്പുറം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ദുരന്തർ. ഇപ്പോൾ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അങ്ങ് ഈ ചിത്രം ഇന്നലെ കണ്ടിരുന്നു. എന്താണ് ഈ ചിത്രത്തെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഗംഭീര സിനിമയാണ്. ഒറ്റവാക്കി പറഞ്ഞ ഗംഭീര സിനിമയാണ്. 3.5 മണിക്കൂർ എങ്ങനെ പോയി എന്നറിയില്ല. 3.5 മണിക്കൂറാണ് എന്ന് മാത്രമല്ല, 280 കോടി രൂപ മുടക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലാണ്, ഇന്ത്യക്ക് പുറത്തുമൊക്കെ എടുത്തിട്ടുണ്ട്. പാകിസ്ഥാനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കോക്കിലൊക്കെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ബാങ്കോക്ക് തായ്ലാൻഡില്, അതേപോലെ പഞ്ചാബില്, അതേപോലെ നമ്മളുടെ ലഡാക്കിലൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. മുംബൈയില് ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ 280 കോടി രൂപ മുടക്കിയാണ് ഈ ഒരു മെഗാ ചിത്രം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 250 കോടി ഏതാണ്ട് കളക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതൊരു ചരിത്രമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആക്ച്വലി നേരത്തെ സനോജ് പറഞ്ഞ പോലെ ഈ ഉറി പോലെയുള്ള ഒരു സിനിമയ്ക്ക് ശേഷം വലിയൊരു ചർച്ചാ വിഷയമാകുന്ന, വലിയൊരു ചരിത്രമാകുന്ന ഒരു ബോർഡർ സിനിമ കൂടിയാണ് ഈ പറയുന്ന ദുരന്തർ. അല്ല, ഉറി ഒരു പ്രത്യേക ഓപ്പറേഷൻ ഫോക്കസ് ചെയ്ത് ആ സമയത്തുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു വൈഡറാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് ഇവിടെ ശ്രമിക്കേണ്ടത്, നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത്. ഇത് ഈ സിനിമയുടെ റിവ്യൂവേ അല്ല, അതിന്റെ ഉള്ളടക്കം. അതിന്റെ പ്രേക്ഷകര് തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കരുത്, ഈ സിനിമയുടെ റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ പറഞ്ഞ് അതിന്റെ രസം കൊല്ലുകയാണ്. ഇതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നത് ഈ സിനിമയുടെ പിന്നിലെ ചരിത്ര വസ്തുതകൾ എന്തൊക്കെയാണ്, നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇന്ന് സനോജ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ കാണ്ഡഹാർ വിമാന റാഞ്ചൽ, അതുപോലെ മുംബൈ ഭീകരാക്രമണം, അതുപോലെ തന്നെ ഈ ഇന്ത്യൻ മണ്ണിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ഓപ്പറേഷൻസ്, ഇവിടത്തെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഇവിടെ നടത്തുന്ന ഓപ്പറേഷൻസ്, ഈ 3 കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ചിത്രം പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ചിത്രത്തില് 2 തരം മനുഷ്യരെ കാണിക്കുന്നുണ്ട്. 2 തരം മനുഷ്യർ, അതായത് ഇന്ത്യയിലുള്ളവരുടെ കാര്യമാണ്. പാകിസ്ഥാനെ നമുക്ക് പിന്നീട് പറയാം. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. ആദ്യത്തെ പ്രശ്നം ഇന്ത്യക്കുള്ളിലെ മനുഷ്യരാണ്. 2 തട്ടി നിൽക്കുന്ന ആൾക്കാർ. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെ 2 പേരെയും പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. വളരെ കൃത്യമായിട്ട് അജിത് ദോവലിനെ പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ അജിത് ദോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ളത്. ഒരു വശത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ, മറുവശത്ത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് കണ്ടു. പക്ഷെ ഒരാൾ പോലും മെൻഷൻ ചെയ്യാത്ത, ഒരുപക്ഷെ അറിയാത്തത് കൊണ്ട് മെൻഷൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ ഈ അജിത് ദോവലിന്റെ കഥാപാത്രത്തിന് എതിരായി നിൽക്കുന്ന ആള് റോയുടെ ചീഫായ മറ്റൊരു വ്യക്തിയാണ്. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം AS ദൂലത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. AS ദൂലത്തിനെ പോലെയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ അവര് വേഷവിധാനവും അവര് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, മേക്ക് ഓവർ. അത് വളരെ വ്യക്തമാണ്. അത് AS ദുല്ലത്താണ്. ഈ AS ദുല്ലത്ത് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ISIയുടെ അന്നത്തെ ചീഫായിരുന്ന, ഇദ്ദേഹത്തിന്റെ സമയത്തോ മറ്റോ ചീഫായിരുന്ന അസാദ് ദുറാനിയുമായിട്ട് ചേർന്ന് സ്പൈ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയ ആളാണ്. അതായത് ISI ചീഫും റോയുടെ ചീഫും കൂടെ ഒരുമിച്ചിരുന്ന് സംഭാഷണം നടത്തുന്ന രൂപത്തിൽ ഒരു പുസ്തകം, അതിനൊരു ജേർണലിസ്റ്റിനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ISIയെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ISI ആണ് ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ 2 ആൾക്കാർ. മറുവശത്ത് അജിത് ദോവലിന്റെ കഥാപാത്രം, അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹിന്ദുസ്ഥാനികളുടെ ഏറ്റവും വലിയ ശത്രു ഹിന്ദുസ്ഥാനികൾ തന്നെയാണ്, അത് കഴിഞ്ഞേ പാകിസ്ഥാൻ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. വളരെ ദുഃഖത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി തന്നെ അല്ലേ.
ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ആ ഗ്രൗണ്ട് റിയാലിറ്റിയിലൂടെ ആദിത്യ ധർ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് 2014 മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ റെസ്പോൺസ്, ഭാരതത്തിനെതിരെ നിരന്തരം നടക്കുന്ന തീവ്രവാദത്തിന്റെയും ഭീകരാക്രമണങ്ങളുടെയും അന്ന് എങ്ങനെയാണ് ഇന്ത്യ നേരിട്ടത്, പിന്നീട് എങ്ങനെയാണ് ഇന്ത്യ നേരിടുന്നതെന്ന് പറയാനാണ് ആ കഥാപാത്രം ശ്രമിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, എന്നെങ്കിലും ഒരു കാലത്ത് രാജ്യത്തോട് കൂറുള്ള, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ സംവിധാനം വരും, അന്ന് നമുക്ക് തിരിച്ചടിക്കാം, അതുവരെ നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുക, ജാഗ്രത പുലർത്തുക എന്ന് അദ്ദേഹത്തിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. അതുതന്നെയാണ് സംഭവിച്ചത്. ഈ സിനിമ തീരുന്നത് ഘർമേ ഘുസ്കെ മാരേങ്കെ, ഞങ്ങൾ വീട്ടിനകത്ത് കയറി, ഇത് പുതിയ ഇന്ത്യയാണ്, ഞങ്ങൾ വീട്ടിനകത്ത് കയറി കൊല്ലും വേണ്ടി വന്നാൽ ശത്രുവിനെ എന്ന് പറഞ്ഞുകൊണ്ട്, ഹിറ്റായ ഡയലോഗാണ്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയലോഗിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതാണ് ഒരു കോൺട്രാസ്റ്റ്. പക്ഷെ അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. മറുവശത്ത് രാഷ്ട്രീയക്കാരെയും കാണിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്, അത് സനോജും അറിയാവുന്നതായിരിക്കണം. ഇതിലെ ഒരു കള്ളനോട്ടിന്റെ ആസ്പെക്ട് പറയുന്നുണ്ട്. അതായത് കറാച്ചിയാണ് ഈ ഇതിന്റെ കഥ നടക്കുന്ന പ്രദേശം. ലഹരി എന്ന് പറയുന്ന കറാച്ചിയിലെ ഒരു ടൗണാണ്. അവിടെ അധോലോകം വാണ ഒരു ടൗണാണ്. അതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. അപ്പൊ സിന്ധിലെ കറാച്ചിയിലെ ഈ ടൗണില് ഭാരതത്തിന്റെ കള്ളനോട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, കള്ളനോട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. കെട്ടുകണക്കിന് ഭാരതത്തിന്റെ നോട്ടുകൾ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, ഈവൻ സെക്യൂരിറ്റി ത്രെഡ് വരെ അതേപോലെ ഉണ്ടാക്കി വെച്ച് ഒരു സംഭവം ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഭാരതത്തിലെ നോട്ട് നിരോധനം വന്നപ്പോൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയവരൊക്കെ അറിയേണ്ട ഒരു സത്യമാണത്. എനിക്ക് വ്യക്തിപരമായി ഇതിനകത്തൊരു വലിയ സന്തോഷമുള്ളത്, ഞാൻ 2009 തന്നെ, അന്ന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ രഞ്ജിത്ത് ഗോപാലകൃഷ്ണനാണ് അത് നടത്തിയിരുന്നത്. അപ്പൊ ആ മാഗസിനിൽ ഞാൻ കള്ളൻ മുക്കുന്ന സമ്പദ്ഘടന എന്ന് പറഞ്ഞ പേരിൽ ഞാൻ 2009 തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ISI ലണ്ടനിലെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട, അവരാണ് ഈ നോട്ടും ഇതിലെ കളർ സെക്യൂരിറ്റി കോഡുണ്ട്, അത് ഒന്നിലുള്ളത് അത് വളരെ യുണീക്കാണ്. അങ്ങനെയാണെങ്കിലല്ലേ അത് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളൂ. അവിടെ നിന്ന് ഇതിന്റെ അച്ചുകൂടം ഉൾപ്പെടെ എങ്ങനെയാണ് ഇത് പാകിസ്ഥാൻ ISIയുടെ എത്തിയത്, ആരാണ് ഇതിന്റെ പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉന്നത രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നൊക്കെ ആ 2009 ലേഖനത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും, ആ പേജുകൾ. അപ്പോ അത് വളരെ കൃത്യമായി അത് തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഒരു ഉന്നത രാഷ്ട്രീയ നേതാവും അയാളുടെ മകനും ചേർന്നാണ് ഈ വ്യാപാരം. എന്തുകൊണ്ട് നോട്ട് നിരോധനം ഉണ്ടായി, അല്ലെങ്കിൽ നോട്ട് നിരോധനം ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുള്ളതിന്റെ അതോടുകൂടി അത് തീർന്നു. കറാച്ചി ബേസ് ചെയ്ത് ഭാരതത്തിലേക്ക് നോട്ട് കെട്ടുകൾ അയച്ചുകൊണ്ടിരുന്ന ആ ഒരു സംവിധാനം ഇല്ലാതായി, കംപ്ലീറ്റ് ഇല്ലാതായി. അത് വളരെ കൃത്യമായിട്ട് കറാച്ചിയിൽ നിന്ന്, ഇത് ഇന്ത്യയിലേക്കല്ല വരുന്നത്, ഇതൊരു മൂന്നാം രാജ്യത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നേപ്പാൾ വഴിയാണ് ഈ കള്ളനോട്ടുകൾ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. കള്ളനോട്ടുകൾ വന്നു എന്ന് മാത്രമല്ല, അത് ചില ആരാധനാലയങ്ങൾ വഴിയാണ് ആദ്യം ഇത് വ്യാപനം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഇത് വളരെ കൃത്യമായി ഇത് കാണിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഈ പൊതുവെ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഈ സിനിമകളൊക്കെ തുടങ്ങുമ്പോൾ, ഫിക്ഷൻസ് തുടങ്ങുമ്പോൾ ഒരു ഡിസ്ക്ലൈമർ കാണിക്കാറുണ്ട്. ഇതിലെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി യാതൊരു ബന്ധവുമില്ല, രാഷ്ട്രീയ പാർട്ടികളെ പ്രതിപാദിക്കുന്നില്ല, മറ്റ് യാതൊരു സംഘടനകൾക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു. ഈവൻ മോഹിത് ശർമ്മയുടെ ക്യാരക്ടർ പോലും. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ രണ്ട് കൂട്ടര്, അതായത് രാജ്യസ്നേഹികളായ ഉദ്യോഗസ്ഥന്മാര്, രാജ്യസ്നേഹികളായ രാഷ്ട്രീയക്കാര്, രാജ്യവിരുദ്ധരായ രാഷ്ട്രീയക്കാര്, രാജ്യവിരുദ്ധരായ അല്ലെങ്കിൽ രാജ്യത്തെ വിൽക്കാൻ പോലും മടിയില്ലാത്ത. ഇപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഒരു രാജസ്ഥാൻ കേഡർ IAS ഓഫീസറിനെ ഇപ്പോൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, അദ്ദേഹത്തിനെതിരെ CBI ഇപ്പോൾ 2023 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജയ്പൂരിലെയും ഡൽഹിയിലെയും വസ്തുവകകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഈ പറയുന്ന ഈ ലണ്ടനിലെ ആ ബേസ് ചെയ്തിട്ടുള്ള ഈ സെക്യൂരിറ്റി ത്രെഡ് കൊടുക്കുന്ന സ്ഥാപനവുമായിട്ട് അദ്ദേഹത്തിന്റെ രഹസ്യ ഇടപാടുകളാണ് ഈ കേസിന് ആധാരം.
മനസ്സിലായില്ലേ? അവർക്ക് കോൺട്രാക്ട് കൊടുത്തു, അവർക്ക് കൂടുതൽ ഫേവർ ചെയ്തു കൊടുത്തു എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഉള്ള ഈ CBI അന്വേഷണം നേരായ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇതിനെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇത് അവിടെ ഉണ്ടാവും. കാരണം ഇദ്ദേഹം അന്ന് ഫിനാൻസ് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഈ മനുഷ്യനും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ പറയുന്ന നമ്മളുടെ അച്ച് പാകിസ്ഥാനിലേക്ക് പോയതും ഒരു തരത്തിലും തിരിച്ചറിയാനാവാത്ത സെക്യൂരിറ്റി ത്രെഡ് അടക്കമുള്ള കള്ളനോട്ട് ഭാരതത്തിൽ വന്നതും. അത് ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയും പഠിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ വിഷയം ഈ സിനിമയ്ക്കുള്ളിൽ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. അതിലെ ആ രാഷ്ട്രീയ നേതാവും അയാളുടെ മകനും ആരാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ പരസ്യമായിട്ട് എന്തായാലും ഏജൻസികൾ അതിന്റെ പേര് ഒരു സമയത്ത് പുറത്തു കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഈ ഫിക്ഷണൽ ഇതിനകത്ത് ഫിക്ഷനും മറ്റ് കാര്യങ്ങൾ യാഥാർത്ഥ്യവും ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ മോഹിത് ശർമ്മ എന്ന് പറയുന്ന ആ ആർമി ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കുടുംബം ഈ സിനിമയ്ക്കെതിരെ പരാതിപ്പെട്ടു. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ അദ്ദേഹം നടത്തിയതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. അല്ലാതെ ഇത് മോഹിത് ശർമ്മയെ അല്ല കാണിക്കുന്നത്. മോഹിത് ശർമ്മ അങ്ങനെ പാകിസ്ഥാനിലോ കറാച്ചിയിലോ പോയിട്ടില്ല. അദ്ദേഹം കശ്മീരിൽ തന്നെയുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പിനുള്ളിൽ ചേരുകയും അവരുടെ തീവ്രവാദി നേതാക്കന്മാരുടെ ഒപ്പം നടന്ന് അവരെ കൊല്ലുകയും ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം 2009 ഒരു കുപ്വാരയിലോ നടന്ന ഒരു ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷനിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെടുമ്പോഴും വെടിയേറ്റ ശേഷം അദ്ദേഹം 4 ഭീകരരെ, ഇസ്ലാമിക ഭീകരരെ കൊന്നിട്ടാണ് അദ്ദേഹം വീരസ്വർഗം പ്രാപിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബേസ് ആയിട്ട് ഇത് എടുത്തിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും മിക്കവാറും എല്ലാവരും റിയൽ ലൈഫിലുള്ളതാണ്. അതിപ്പോ പാകിസ്ഥാനിലെ SP അസ്ലം ഖാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിൽ വരുന്നുണ്ട്. അവിടുത്തെ റഹ്മാൻ ഡിക്കയത്ത് എന്ന് പറയുന്ന ആളുണ്ട്, മസൂദ് അസറുണ്ട്. അപ്പോൾ ഇവരെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നിരവധി ആൾക്കാർ, നിരവധി കഥാപാത്രങ്ങൾ വന്നു പോകുന്നവരെല്ലാം ആ സിനിമയിൽ കാണിക്കുന്നത്. അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാള് മേജർ ഇക്ബാലാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ കള്ളനോട്ട് അടിക്കുന്ന ആ ഒരു സംവിധാനം വഴിയാണ് യഥാർത്ഥത്തിൽ ഇവര് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് തോക്കുകളും മറ്റ് ആയുധങ്ങളും പ്രൊക്യൂർ ചെയ്യുന്നതും അത് മുംബൈ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ മേജർ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ മേജർ ഇക്ബാൽ അല്ല, അയാൾ ഇലിയാസ് കശ്മീരി എന്ന് പറയുന്ന ഒരു ഭീകരവാദിയാണ്. അയാൾ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അയാളെ ഗോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, കാണാനില്ല. അപ്പോൾ ഇയാളുടെ പുതിയ ഐഡന്റിറ്റിയാണ് ഈ മേജർ ഇക്ബാൽ എന്ന് പറയുന്നത്. ഇയാൾ ISIയുടെ ഭാഗമാണ്. അയാൾ മരിച്ചു എന്ന് പറയുന്നു, മരിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഇലിയാസ് കശ്മീരിയുടെ ചിത്രം നമ്മളുടെ കയ്യിലുണ്ട്. അതിനെ ബേസ് ചെയ്താണ് അർജുൻ റാംപാലിന്റെ ആ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യവും മറ്റ് ഭാവനയും ഒക്കെ ചേർത്താണ്. പക്ഷെ അത് വളരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെ പൂർണ്ണ യാഥാർത്ഥ്യം, പൂർണ്ണ സത്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഒരു വലിയ ചതിയിലൂടെ അല്ലെങ്കിൽ വലിയ തോതിൽ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളാണ്. ഇതിനകത്ത് സനോജ്, ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നിയ മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയാം. ഇത് പ്രൊപ്പഗൻഡ ഫിലിമാണോ എന്ന് പലരും ചർച്ചയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ച നടക്കുക. പലർക്കും പൊള്ളും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നിരവധി സിനിമകൾ ഈ പറയുന്ന പോലെ ISIയെ വെള്ളപൂശുന്ന സിനിമകൾ. ഞാനതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പം ഒരുപാട് ഈ ഓപ്പറേഷൻസ് നടക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്, വെബ് സീരീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ വെബ് സീരീസിന്റെ കാലമാണല്ലോ. അപ്പം ഈ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വെബ് സീരീസുകൾ വരുന്നുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇതിലെല്ലാം ISനെ വെള്ളപൂശാനുള്ള ശ്രമം എവിടെയൊക്കെയോ നടത്തിയിട്ടുണ്ട്. അതാണ് ISIയെ വെള്ളപൂശുക എന്നുള്ളതിന് പകരം അവരും മനുഷ്യരല്ലേ, അവർക്ക് ഇന്ത്യയോട് ഭയങ്കര സ്നേഹമാണ്. ചില ആൾക്കാരാണ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു നരേറ്റീവ് ഇവരുണ്ട്. ആ നരേറ്റീവിനെ പൂർണ്ണമായിട്ട് കൂടം കൊണ്ട് തലക്കടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ സിനിമ. കാരണം അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഭാരതത്തിന്റെ ശത്രു രാജ്യം തന്നെയാണ്. പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ പദ്ധതി, പാകിസ്ഥാനിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും ഭാരതത്തിനെതിരെ ശക്തമായ വികാരമുണ്ട്. ഭാരതത്തിനെതിരെ വലിയ വിഷം അവരുടെ ഉള്ളിൽ കുത്തിവെക്കുന്നുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം. പക്ഷെ നമ്മുടെ ബോളിവുഡ് സിനിമകൾ, ഇപ്പോൾ ടൈഗർ, സൽമാൻ ഖാന്റെ സിനിമയുണ്ട്, അതേപോലെ ഭജ്രംഗി ഭായിജാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇങ്ങനെ ഒരു
10-25 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു നല്ല ആൾക്കാരുടെ രാജ്യമാണ്, അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, എന്നിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം പണികളാണ്. ഒരു തീവ്രവാദ ആക്രമണം അല്ലെങ്കിൽ വേറൊരു ഭീകരാക്രമണം, അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ സൈനികരെ ആക്രമിക്കുക, ഇതെല്ലാം നടക്കുമ്പോഴും പാകിസ്ഥാൻ വളരെ നല്ല രാജ്യമാണെന്ന് പറഞ്ഞു വെക്കാനാണ് ബോളിവുഡ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായിട്ട് അതിനെ പൊളിച്ചിട്ടുണ്ട്. 26/11 മുംബൈ ആക്രമണം നടക്കുമ്പോൾ ആർത്തുല്ലസിക്കുന്ന ആൾക്കാരെ അവിടെ കാണിക്കുന്നുണ്ട്. അവർ റിയൽ ഫുട്ടേജസ് സിനിമയിലുണ്ട്. എങ്ങനെയാണ് കൊല്ലേണ്ടത്, പുറകിൽ നിന്ന് വെടിവെച്ച് വേണം കൊല്ലാൻ, ജൂതന്മാരെയും വിദേശികളെയും വിടുകയും ചെയ്യരുത്, ഇവന്മാരെല്ലാം കാഫറുകളാണ്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നിങ്ങൾ വെറുതെ വിടരുത്. ഒരുപക്ഷെ കാശ്മീർ ഫയൽസിന് ശേഷം മനസ്സ് മരവിപ്പിക്കുന്ന ഇതിൽ വളരെ കൃത്യമായിട്ട് അതിലൊരു രംഗത്ത് ഈ സ്ക്രീൻ മുഴുവൻ ചുമപ്പാകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് എഴുതി കാണിക്കുന്നതും കേൾപ്പിക്കുന്നതും യഥാർത്ഥ സൗണ്ടാണ്. അതായത് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് മുംബൈയിൽ ആക്രമണം നടത്തുന്ന ഭീകരരോട് ആൾക്കാർ ഹാൻഡിലേഴ്സ് സംസാരിക്കുകയാണ്, നീ പുറകിൽ നിന്ന് വേണം വെടിവെച്ചു കൊല്ലാൻ, എല്ലാവരും കാഫിറുകളാണ്, അതുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും വെറുതെ വിടരുത് എന്നൊക്കെ പറയാം. ജി അവർ തിരിച്ചത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ നിരവധി ആൾക്കാർ. അപ്പോൾ കാഫിറുകളോടുള്ള വെറുപ്പ് അത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ തീവ്രവാദികൾക്ക് പൊതുവെ അവർ പറയുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ പഴയ ഇന്ത്യയും പുതിയ ഇന്ത്യയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് പറയാൻ, ഹിന്ദുക്കൾ പൊതുവെ ഭീരുക്കളാണ് എന്നതിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല 26/11 കഴിഞ്ഞപ്പോൾ, മുംബൈ ആക്രമണം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവന്മാർ നമുക്കെതിരെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, ഒന്നും ചെയ്തില്ല എന്ന് വളരെ എന്താ പറയുക കാഷ്വലായി ഒരു പുച്ഛഭാവത്തിൽ ഇവർ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ മൻമോഹൻ സിംഗ് സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയമില്ല. അതിൽ അജിത് ഡോവലിനെ കാണിക്കുന്നത് ഒരു അവസരം ഇല്ലാത്തതുകൊണ്ടും പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ടും ഇതിനെതിരെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവരൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഈ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നു. എല്ലാവർക്കും ഈ സിനിമയെ കുറിച്ച് മറ്റൊരു ചർച്ച നടക്കുന്നത് ഇപ്പോൾ അതിനുശേഷം വന്ന NDA സർക്കാരിനെ കുറിച്ച് ചിത്രത്തിൽ അധികം ഒന്നും പ്രതിപാദിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ചിത്രം മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് NDA സർക്കാരിനാണ്. അല്ല, അത് NDA സർക്കാരിന്റെ പൊളിറ്റിക്കൽ മൈലേജ് ആയിട്ട് ദയവ് ചെയ്ത് അതിനെ എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറിയ ഭാരതത്തെ വളരെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതാണ്. ഭാരതത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. അത് ഈ തീവ്രവാദത്തെ നേരിടുന്നതിലോ പാകിസ്ഥാനെ നേരിടുന്നതിലോ മാത്രമല്ല, സാമ്പത്തിക രംഗത്തായാലും ഇപ്പോൾ ട്രംപിനെതിരെ നിവർന്നു നിന്നുകൊണ്ട് ട്രംപ് എത്ര പേടിപ്പിച്ചാലും ഞങ്ങൾ താഴില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം പുടിൻ ഇവിടെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വന്നുപോയി, പുടിന് ലഭിച്ച സ്വീകരണം അമേരിക്കയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കൃത്യമായ സന്ദേശമാണ്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് ഈ സിനിമ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പിന്നെ സനോജ്, ഒരു കാര്യം കൂടെ പറയണ്ട, ഈ പ്രൊപ്പഗാൻഡ ഫിലിമാണ് എന്ന് പറഞ്ഞ് ഇതിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രൊപ്പഗാൻഡ ഫിലിം ആയാൽ എന്താണ് പ്രശ്നമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ഹോളിവുഡ് എടുക്കുന്ന സിനിമകൾ ലോകത്തിലെ ഏറ്റവും നന്മയുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണെന്നാണ് പറയുന്നത്. ലോകത്തെ ഏത് ഭാഗത്ത് ഏത് ഭൂഖണ്ഡത്തിൽ പ്രശ്നം ഉണ്ടായാലും അവസാനം അത് തീർക്കാൻ സായിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ആള്. ഈവൻ ഏലിയൻ അറ്റാക്ക് ഉണ്ടായാൽ പോലും അമേരിക്കയാണ് മനുഷ്യന് വേണ്ടിയിട്ട്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അങ്ങനെയാണ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസംഗമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അമേരിക്ക ഇത് ചെയ്താൽ കുഴപ്പമില്ല, സായിപ്പിട്ടാല് വള്ളി നീക്കറല്ല. ആ ഒരു മോഡലില് ഇന്ത്യയുടെ ഒരു ശക്തിയും ആ ശക്തിയും ദൃഢ നിശ്ചയവും ശത്രുവിനെ നേരിടാനുള്ള നിശ്ചയവും എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ് തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ചിത്രം പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? പാകിസ്ഥാനിൽ ഓൾറെഡി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യാഘാതം ഇൻ ദ സെൻസ് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇവര് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലം വരെ പാകിസ്ഥാനായിരുന്നു ഭാരതത്തെക്കാൾ വളരെ മുമ്പിൽ. ഏതിലാണെന്നറിയാമോ? പ്രൊപ്പഗാൻഡ യുദ്ധത്തിൽ. അതായത് അവരുടെ നരേറ്റീവ്സ് അത് ഈവൻ അമേരിക്കയിലും US സെനറ്റിലും ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ ഈ അവരുടെ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിലും
ഒക്കെ പാകിസ്ഥാൻ നമ്മളെക്കാട്ടി മുമ്പിലായിരുന്നു. നമ്മളൊരു സർക്കാർ ഈ മോഡലിൽ ഇങ്ങനെ പോകും. അവർ വളരെ അഗ്രസീവായിട്ട് US സെനറ്റേഴ്സിനെ പോലും കയ്യിലെടുക്കാനുള്ള ഗിമിക്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി വളരെ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഈ സിനിമയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഇതൊരു വലിയ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയക്കാരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിനുള്ളിൽ രാഷ്ട്രീയക്കാരും മാഫിയ തലവന്മാരും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലെ റഹ്മാൻ ഡക്കായത്ത് എന്ന് പറയുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ ബനസീർ ഭൂട്ടോയുടെ സെക്യൂരിറ്റി ഗാർഡ് കൂടിയായിരുന്നു. ബനസീറിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അവരുടെ വണ്ടി ഓടിച്ചത് പോലും ഈ റഹ്മാനാണ്. അപ്പോൾ അയാളെയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മാറിയ ഭാരതത്തെ കൃത്യമായിട്ട് ഇത് പോർട്രേ ചെയ്യുന്നുണ്ട്. ഇതുവരെ പാകിസ്ഥാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് വളരെ കൃത്യമാണ്. പക്ഷേ പാകിസ്ഥാനിനുള്ളിൽ ഇതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുമുണ്ട്. കാരണം പാകിസ്ഥാനിലെ ഈ ഉപദേശീയതകളെല്ലാം തന്നെ പരസ്പരം അടിവെക്കുന്നവരാണ്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിനെ ഇങ്ങനെ എന്താ പറയുന്ന ലക്ഷ്യത്തിൽ കൊള്ളിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സിന്ധില് ബലൂജികളെ പ്രത്യേകം കാണുന്നു. ബലൂജികളും പഞ്ചാബികളും വെവ്വേറെയാണ്, സിന്ധ് വേറെയാണ്. അപ്പോൾ ഇവരുടെ ഈ ഉപദേശീയതകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, പരസ്പരം ഉള്ള വൈരാഗ്യമൊക്കെ ഇതിൽ എടുത്തു കാണിക്കുന്നതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇതിനകത്തൊരു കേരള ബന്ധം കൂടി, അല്ലെങ്കിൽ കേരള ബന്ധമെന്ന് ഞാൻ പറയില്ല, കേരളവും പരാമർശിക്കപ്പെടുന്നുണ്ട്. അതും അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഇതിൽ ഈ രൺവീറിന്റെ കഥാപാത്രത്തോടെ വേറൊരു കഥാപാത്രം പറയുന്നുണ്ട്, ഇവര് മുംബൈ ആക്രമണം കൂടാതെ വേറെ വലിയ എന്തോ ആക്രമണം കൂടി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലാദ്യം പറയുന്ന സിറ്റി കൊച്ചിയാണ്. കൊച്ചി ഉൾപ്പെടെ കൊച്ചി, ജലന്ധർ, അങ്ങനെ ഒരു 4 വർഷം മുമ്പ് NIA പിടിച്ചാണ്. അപ്പോ കൊച്ചിയാണ് ആദ്യം പറയുന്ന സിറ്റി. അത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷെ കൊച്ചിയും പാകിസ്ഥാന്റെ റഡാറിലുണ്ട് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ സൂചനയാണ് ഇതെല്ലാം. കാരണം ഇതെല്ലാം പഠിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും RP ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അങ്ങ് വിശദീകരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള ഉപരി വലിയ റിസർച്ചും അതിന് പിന്നിൽ വലിയ ഞാൻ അതിന്റെ സിനിമയുടെ നിരൂപണമേ എന്റെ മേഖലയല്ല, ഞാനത് പറയുന്നുമില്ല. സിനിമയ്ക്കെതിരെ വേറെ വിമർശനമുണ്ട്, സിനിമയുടെ കണ്ടന്റ് ഭയങ്കര വയലൻസ് ഉണ്ടെന്ന്. പക്ഷെ ആ വയലൻസ് എന്ന് പറഞ്ഞാൽ കറാച്ചിയിലെ ഈ ലൈര ടൗണിൽ നടന്നിരുന്ന വയലൻസ് ആണ്. ഇതിൽ ഈ പറയുന്ന ഡക്കായത്ത് എന്ന് പറയുന്ന ഈ വ്യക്തി ആൾക്കാരെ കൊല്ലുന്നത് അവിടുത്തുകാർക്ക് പോലും, അവിടുത്തുകാർ ഇങ്ങനെ കൂട്ടക്കൊലപാതകവും പരസ്യ കൊലപാതകവും ഒക്കെ കണ്ടു വളർന്ന ആൾക്ക് അവർക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. അത്ര ക്രൂരമായിട്ട് നീചമായിട്ടാണ് ഇയാൾ ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത്. സ്വന്തം അമ്മയെ തന്നെ തലക്കടിച്ചു കൊന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള വയലൻസ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് സിനിമയുടെ നിരൂപണമല്ല, ഗംഭീര മ്യൂസിക്കാണ്, ഇഷ്ടം പോലെ മനുഷ്യനെ പിടിച്ചിരുത്തുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്, ക്യാമറ വർക്കുണ്ട്. അത് മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട. നമ്മൾ പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള ജിയോ പൊളിറ്റിക്സ് ആണ്, ഇതിന്റെ പിന്നിലുള്ള പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷമാണ്. അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാൻ തോന്നുന്ന പോലെ ഭാരതത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതാണ്. അതില് ഈ ഇലിയാസ് കാശ്മീരി, അതായത് മേജർ ഇക്ബാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാഫിറുകളെ ഞങ്ങള് 1000 മുറിവുകളിലൂടെ ചോര വരുത്തും എന്നാണ് പറയുന്നത്. അതായത് വിൽ കട്ട് ദം ഇൻടു 1000 പീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മേജർ ഇക്ബാൽ അല്ല പറഞ്ഞത്, ഇത് ആദ്യം പറഞ്ഞത് ബനസീർ ഭൂട്ടോയുടെ അച്ഛനായ സുൽഫിക്കർ അലി ഭൂട്ടോയാണ്. അയാൾ പറഞ്ഞതാണ്. അപ്പൊ ഇവർക്ക് ഭാരതത്തോടുള്ള കടുത്ത ശത്രുതയും വെറുപ്പും, അത് മതഭ്രാന്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വെറുപ്പാണ്. അത് കൃത്യമായി ആദ്യമായി ഒട്ടും അപ്പോളജറ്റിക് അല്ലാതെ തുറന്നു കാണിക്കുന്ന സിനിമയാണ് ഈ പറയുന്ന ദുരന്തം. അപ്പൊ എന്തായാലും ഒരു 3.5 മണിക്കൂറിന്റെ എന്റർടൈൻമെന്റ് എന്നതിനപ്പുറം ഓരോ ഭാരതീയനും കണ്ടിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളുടെ തിരക്കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും 1 മിനിറ്റ് പോലും എനിക്ക് ബോറടിച്ചില്ല, ആർക്കും ബോറടിച്ചതായിട്ട് തോന്നിയില്ല. ഞാൻ ഇന്നലെ രാത്രി ലേറ്റ് നൈറ്റ് ഷോയ്ക്കാണ് കണ്ടത്, 10:15 മറ്റോ ആയിരുന്നു അതിന്റെ തുടക്കം. നിരവധി തിയേറ്റർ ഓൾമോസ്റ്റ് ഒരു 80% ഫുള്ളായിരുന്നു. ഈ വന്നതിൽ മിക്കവാറും എല്ലാം ചെറുപ്പക്കാരുമായിരുന്നു. അതുകൊണ്ട് ഈ സിനിമ വലിയ തോതിൽ ഇത് സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമസ്തേ.